ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ SST എക്സാം? നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നാണ് സാറിൻ്റെ പേഴ്സണലി ഉള്ള വിചാരം. അപ്പോൾ നിങ്ങൾ പറയുക എങ്ങനെയുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നോ, ഹാർഡ് ആയിരുന്നോ, ഇനി മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. സാർ വായിക്കാം. അപ്പോൾ സാറ് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, ജോഗ്രഫി ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ മക്കളെ മുന്നിലേക്ക് എക്സാം പേപ്പറിൽ വരണേ എന്ന് സാറ് പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു എന്നാണ് സാറിന് തോന്നുന്നത്. കാരണം ഒരുപാട് മക്കൾ സാറിന് നേരിട്ട് എക്സാമിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, എളുപ്പമായിരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പോയി കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, പേഴ്സണലി എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ള കമൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വാ. സാറിന് പറയാനുള്ളൊരു സാധനം പറഞ്ഞുതരാം സാർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇന്നിനിയിപ്പം നിങ്ങൾക്ക് ഹിന്ദി ക്ലാസ് തുടങ്ങുകയാണ്. ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹിന്ദി നമ്മൾ ഷമീം സാർ വരികയാണ്. അതിന് ശേഷം നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാരത്തോൺ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ CBSE 10 അഥവാ എക്സാമിൻ്റെ ഫാമിലിയോട് കൂടെ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഹരിസാറിൻ്റെ കൂടെ നിങ്ങൾ ഒരു വർഷമായിട്ട് സോഷ്യൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പറഞ്ഞിട്ടുള്ള സാധനം എൻഡിങ് ആണോ, കഴിഞ്ഞോ, ഇവിടെ വെച്ചിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തീർത്തോ? ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ട് മക്കളെ, നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങൾ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഫുൾ A1 കിട്ടിയെന്ന് വിചാരിക്കുക. ഫുൾ A1 കിട്ടി, നിങ്ങൾ അത് കൊണ്ട് ആയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു എന്നാണ് അർത്ഥം? അല്ല. സാറ് പേഴ്സണലി നിങ്ങളോട് പറയാണ്, നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്, ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത്, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെ ലൈഫ് ചൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഹയർ സെക്കൻഡറി ലെവലിലേക്കാണ്. അതെങ്ങനെയാണ് സാർ സംഭവിക്കുക? നിങ്ങൾക്കറിയാം മക്കളെ, നമ്മളെല്ലായ്പ്പോഴും എല്ലാ ലൈവിൻ്റെ ഇടയിലും ബാച്ചിൻ്റെ പ്രൊമോഷൻ നടത്താറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പറഞ്ഞിട്ടുള്ള അഗ്നി ബാച്ചിനെ പറ്റിയിട്ടും, ജ്വാല ബാച്ചിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പൃഥ്വി ബാച്ചിനെ പറ്റിയിട്ടും, ഈ പറഞ്ഞിട്ടുള്ള യോധ ബാച്ചിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ സാറ് തന്നെ പറഞ്ഞിട്ട് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയോട് കൂടെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബാച്ചിന് എന്താണ് സാർ പ്രത്യേകത? നമ്മൾ ഈ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞു, ഓഫ്കോഴ്സ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ കഴിഞ്ഞു. ഇനി സോഷ്യൽ എന്ന് പറഞ്ഞ സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇനി കൊമേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് സബ്ജക്റ്റൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരും, എന്തിനാണ് സാർ ഇനി നമ്മൾ സോഷ്യൽ പഠിക്കണം? സോഷ്യൽ കഴിഞ്ഞു, സോഷ്യൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടാൻ പോയി, കിട്ടി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാച്ചിനെ പറ്റി എപ്പോഴും പറയുന്നത്? നിങ്ങളിപ്പോൾ ലൈവിൻ്റെ വീഡിയോയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ ഇനിയുള്ള കാലത്തും, നിങ്ങളിനി +1 +2 ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിനോട് നിങ്ങൾക്കുള്ളൊരു ആത്മബന്ധമുണ്ട്. ഓക്കെ, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നിങ്ങൾ എന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട്, ഏറ്റവും അടിപൊളിയായിട്ട് ലേണിങ്ങും കൂടെ നടക്കണം ഇതിൻ്റെ കൂടെ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സയൻസ് ഫാക്കൽറ്റീസിലൂടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സയൻസ്, നിങ്ങൾ +1 സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അഗ്നി ബാച്ചിൽ 5,999 rupees കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഞങ്ങളുമായിട്ടുള്ള എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു പേഴ്സണലി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം നമ്മുടെ CBSE 10 ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തതിൻ്റെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എക്സാമിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. 100% നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. സാർ ഉള്ളെന്ന് പറയാണ്, ഇത് വേറെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ +1 കൂടെ നമ്മൾ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഞങ്ങളുമായിട്ടുള്ള ഒരു വിട്ടുപോവില്ല. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇതോട് കൂടിയിട്ട് എൻഡിങ് ആണ്, ഇവിടെ ഇട്ടിച്ച് പോവാം എന്നുള്ളൊരു ഫീലിംഗ് അല്ല സാർ പറയണത്. +1 +2 ഞങ്ങൾ കൂടെ തന്നെ വാ. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞിട്ടുള്ളൊരു ബോണ്ടിങ് എന്നും നമുക്ക് കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ഫാമിലി കാണുന്ന, എക്സാമിൻ്റെ ചാനൽ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്, ഇത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബന്ധം, ആ കണക്ഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. എപ്പോഴും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സസ് ആണ്. സാർ എപ്പോഴും പറയാറുണ്ട് 5,999 ഒരു വർഷത്തേക്ക് ഞങ്ങൾ കൂടാണ് നിങ്ങൾ. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, ഫുൾ സിലബസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ എപ്പോഴും സാർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡും കാര്യങ്ങളും കിട്ടുന്നതിന് നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഗൈഡ് വാങ്ങിക്കുന്ന പോലെയല്ല മക്കളെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗൈഡ്, അതായത് ഞങ്ങളെപ്പോലുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി റെഫർ ചെയ്യുന്നതും ഇതേപോലുള്ള എക്സാമിനുള്ള ഗൈഡുകളൊക്കെ.
അപ്പോൾ അത്രത്തോളം അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ. അപ്പോൾ വേഗം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗൈഡ് ഫ്രീ ആയിട്ട് കിട്ടുക. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റും കാര്യങ്ങളും ഈ വർക്ക്ഷീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മക്കളെ നിങ്ങൾക്ക് ഒരു പാഠം പഠിച്ചു, ഒരു ചാപ്റ്റർ പഠിച്ചു, ആ ചാപ്റ്ററിൻ്റെ കുറേ വർക്കുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു മാത്സ് പഠിച്ചപ്പോൾ മാത്സിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ, ആ ചാപ്റ്റർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് നിങ്ങൾ അരച്ച് കലച്ച് കുടിച്ചു എന്നർത്ഥം. ഓക്കെ, റെഡി. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് കിട്ടുന്നതായിരിക്കും. PYQ സൊല്യൂഷൻസ്. എന്തിനാ സാർ PYQ? നമുക്കറിയാം 100 ഷുവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തിനെ ആശ്രയിക്കണം, നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണത്, PYQനെ. അപ്പോൾ PYQ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അവിടെ നിങ്ങൾക്ക് വിത്ത് സൊല്യൂഷൻ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ആവും. ഓക്കെ, അതേപോലെ തന്നെ മോഡൽ എക്സാംസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാറിന് പറയാനുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഒരുപാടാണ്. നിങ്ങളിനി പോകെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ബെനിഫിറ്റിൻ്റെ എണ്ണം കൂടുകയുള്ളൂ, കുറയില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓരോന്നും, ഇപ്പോൾ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, അങ്ങനെ പല 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 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാലം കഴിയുന്നതിനനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ള +1 നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ മാസത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ എക്സാം ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കൂടത്തേ ഉള്ളൂ, കുറയില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ജ്വാല ബാച്ച് കൊമേഴ്സ് ആണെങ്കിൽ സയൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് കൊമേഴ്സ് പഠിച്ചിട്ട് ബിസിനസ് മാൻ ആവണം, എനിക്ക് MBA ഒക്കെ എടുത്തിട്ട് നല്ല കിടിലമായിട്ട് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്കാണ് ഈ നമ്മുടെ ജ്വാല ബാച്ചിന്. അപ്പോൾ ഓപ്ഷൻസ് രണ്ടിടത്തുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം പ്രൈസിന് ഈ പറഞ്ഞിട്ടുള്ള 5,999 ഈ പറഞ്ഞ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അഗ്നി ബാച്ചിൻ്റെ സെയിം ഫീച്ചേഴ്സ്, പക്ഷേ സബ്ജക്റ്റ് മാത്രം മാറുന്നുണ്ടാവും. ഏതാ, ഇവിടെ കൊമേഴ്സ് സബ്ജക്റ്റ് ആയിരിക്കും, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിമാണ്. പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള സാർ അഡീഷണൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പതിയെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കൊല്ലത്തേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരു അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെ എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാൻ പറ്റും. അതേ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പൃഥ്വി ബാച്ച് ഉണ്ട്, നീറ്റിൻ്റെ ബാച്ച് ഉണ്ട്. സ്വാഭാവികമായിട്ട് സാറിന് അറിയാം, നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു എഫേർട്ടാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ആ എഫേർട്ട് നിങ്ങൾക്ക് ആഗ്രഹം കൊണ്ടാണ്, നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ആ എഫേർട്ട് ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയേ ഉള്ളൂ, 8,999. നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ആ പ്രൈസ് വ്യത്യാസം എന്തിനാ? ആ എഫേർട്ട് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ എഫേർട്ട് എന്ന് പറയുന്നത് അധികം വലിയ മല ചുമക്കുന്ന പരിപാടി ആയിട്ടുകൊണ്ടല്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സാധനമാണ്. ആ എക്സ്ട്രാ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൃഥ്വി ബാച്ച് അവൈലബിളാണ്. അപ്പോൾ 8,999 റുപ്പീസിന് അഗ്നി ബാച്ചിൻ്റെ ഈ ഫീച്ചേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്ലസ് നിങ്ങൾക്ക് എന്തുകൂടെ പഠിക്കാം, നീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി അഥവാ യോധ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ മക്കളെ മാത്സ് ആണ് അവിടെ ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ജോയിൻ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. സെയിം പ്രൈസ് 8,999, അഗ്നി ബാച്ചിൻ്റെ സെയിം ഫീച്ചേഴ്സ് പ്ലസ് നിങ്ങൾക്ക് അവിടെ ജെയും കൂടെ പഠിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സാറ് പറയുന്നുള്ളൂ. ആ ഒരു കണക്ഷൻ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും വിട്ടുപോകാതിരിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാം ഈ ഫാമിലി എത്രത്തോളമാണ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഓൺലൈൻ ആണെങ്കിൽ പോലും ഫിസിക്കലി നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും എത്രത്തോളമാണ് ഈ ബാച്ചസിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ബാച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിൽ, സാറ് പറയുന്നുള്ളൂ ഇഷ്ടമുള്ള ബാച്ചിൽ. സാർ ഇനിയിപ്പോൾ ഞങ്ങൾ റിസൾട്ട് വന്നിട്ട് ഞങ്ങൾക്ക് സയൻസ് കിട്ടിയില്ല, കൊമേഴ്സ് ആണ്, സ്വിച്ച് ചെയ്യാൻ പറ്റുമോ, പൈസ എക്സ്ട്രാ അടയ്ക്കണോ? വേണ്ട. നിങ്ങൾ ഒരു തവണ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തു, പിന്നെ തോന്നുകയാണ് കൊമേഴ്സിലേക്ക് മാറണം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാറാം, പൈസ എക്സ്ട്രാ ഒന്നും വേണ്ട കാര്യമില്ല, സെയിം പ്രൈസാണ്. അപ്പോൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആവണത് അത്രത്തോളം ഓക്കെ ആവണ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതിനി എത്ര ആയാലും എങ്ങനെയായാലും എക്സാമിൻ്റെ ഫാമിലി എൻ്റെ മക്കളുടെ കൂടെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അതിനിപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നിൽക്കാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും എപ്പോഴും. മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന 7592092021 22 താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സാർ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹരിസാറാ പറയുന്നത്, നിങ്ങൾക്ക് ഹരിസാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വേർത്ത് ആ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ എന്നും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് സാർ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഈ നമ്പറിലേക്ക് വിളിച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. സാർ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടാറ്റ ബൈ ബൈ. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ SST എക്സാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ, നമുക്ക് ഇനിയും കാണാം.